പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ് നടത്തി. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും ABVP ആരോപിക്കുന്നു. അതേസമയം അറസ്റ്റിലായ പ്രതികളെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അമ്മു സജീവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കും വരെ സമരപ്രക്ഷോഭങ്ങൾ ശക്തമാക്കുകയാണ് ABVP. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ABVPയുടെ ആരോപണം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും അമ്മുവിന് കൃത്യമായ ചികിത്സ ഉറപ്പായില്ല. ദൂരം കുറവുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് പകരം തിരുവനന്തപുരത്തേക്കാണ് അമ്മുവിനെ കൊണ്ടുപോയത്. ഇതിലും വീഴ്ച ആവർത്തിച്ചു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി ഉൾപ്പെടെ പരിധിയിൽ വരുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ABVPയുടെ വിദ്യാഭ്യാസ ബന്ദ്. പരീക്ഷകൾ, കലോത്സവങ്ങൾ എന്നിവയെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിലെ നമുക്കൊക്കെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. ഇതിൽ 3 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുള്ള അനാസ്ഥ ഇനിയും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ആരോഗ്യ വകുപ്പിന്റെ വലിയ ഗുരുതരമായ അനാസ്ഥ കൊണ്ടാണ് കുട്ടിക്ക് മരണപ്പെട്ടത്. 1.5 മണിക്കൂർ ആശുപത്രിയിൽ കിട്ടിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ജനറൽ ആശുപത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ തന്നെയാണ്, സ്വന്തം മണ്ഡലത്തിലാണ്. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളിലേക്കും അധ്യാപകരിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും ഈ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾ എല്ലാ സ്കൂളിലേക്കും മെയിൽ അയച്ചു കഴിഞ്ഞു. ഈ വിവരം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വലിയ പിന്തുണ അധ്യാപകരുടെ ഭാഗത്തുനിന്ന്, സ്കൂൾ മാനേജ്മെന്റ്, കോളേജ് മാനേജ്മെന്റ് ഭാഗത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രി അനാസ്ഥക്കെതിരെ അമ്മുവിന്റെ കുടുംബവും ആരോപണം ഉന്നയിച്ചതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലുള്ള സർക്കാർ ആശുപത്രിയുടെ അനാസ്ഥക്കെതിരെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം ABVP പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ജനം, പത്തനംതിട്ട.